ലൈംഗിക ആരോപണ പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ കോടതിയിൽ. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശമയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, പിന്തുടർന്ന് ശല്യം ചെയ്തു. ഇതൊക്കെയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആറിലുള്ളത്. അതിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചത്. 5 പേരുടെ പരാതികളിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 5 പേരും മൂന്നാം കക്ഷികളാണ്. BNS 78(2), 351 പോലീസ് ആക്ട് 120 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായുള്ളത്. റിനു, എന്തൊക്കെയാണ് ഇതിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ, എന്തൊക്കെ പരാതികൾ എന്നുള്ള രീതിയിൽ ലഭിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എഫ്ഐആറിൽ പറയുന്നത്? നിലവിൽ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള എഫ്ഐആർ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൽ നിർബന്ധിച്ച ഗർഭചിത്രം നടത്തിയെന്നും പെൺകുട്ടികളെ പുറകെ നടന്ന ശല്യം ചെയ്തതും അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ നിലവിലെ കേസിന്റെ സാഹചര്യം എന്ത് എന്നുള്ളത് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഇരകളുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണെന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാരണം ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ്. അദ്ദേഹത്തിന് എതിരെ ഒരു കേസന്വേഷണം നടത്തുമ്പോൾ ചില സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതായിട്ട് ഉണ്ട്. സ്പീക്കറുടെ ഒപ്പം അനുമതി ഉൾപ്പെടെ വാങ്ങേണ്ടതായിട്ടുണ്ട്. അത്തരം നിയമ നടപടികൾ പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനമായും നിലവിൽ മൂന്നാം കക്ഷികളായിട്ടുള്ള ചിലരാണ് പരാതി നൽകിയിട്ടുള്ളത് എന്ന് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇരകളായിട്ടുള്ളവർ ആരും തന്നെ മുന്നോട്ട് എത്തുകയോ ഒരു മൊഴി നൽകുകയോ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം എന്നും കൃത്യമായി തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അനുജ, ഇതിലിപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് ഗുരുതരമായ വകുപ്പുകളല്ലേ ചുമത്തിയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായ കുറ്റമാണല്ലോ റിനു. തീർച്ചയായും ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെയാണ്. അതിൽ യാതൊരുവിധ വുമില്ല. ഒപ്പം പെൺകുട്ടികളെ ഫോണിലൂടെയും അല്ലാതെയും നിരന്തരം പിന്തുടർന്നു എന്നുള്ളതാണ്, പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ് കൃത്യമായി തന്നെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള വകുപ്പുകൾ, അതായത് BNS 78(2), അതുപോലെ തന്നെ 351 പോലീസ് ആക്ട് 120 എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ കൃത്യമായി തന്നെ പറയപ്പെടുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന ശല്യം ചെയ്തെന്ന കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത്. ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് എഫ്ഐആറിന്റെ പകർപ്പ് 24-ൽ ലഭിച്ചിട്ടുണ്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5 പേരുടെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ്. 5 പേരും മൂന്നാം കക്ഷികളാണ് എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരകളെ ആരും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. ഇരകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, ഒപ്പം ഇരകളുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അനുജ, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ പരാതിയിലെ എഫ്ഐആറിലെ വിശദാംശങ്ങൾ. 5 പേർ നൽകിയ പരാതിയിൽ പക്ഷേ അത് മൂന്നാം കക്ഷികളാണ്. ഇതിൽ ഇരകളായവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. ഗുരുതരമായ കുറ്റങ്ങളുണ്ട്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നതുൾപ്പെടെ, പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു, ഫോണിൽ ഭീഷണിപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എഫ്ഐആറിലുണ്ട്. ഒപ്പം തന്നെ ഗുരുതരമായ വകുപ്പുകൾ BNS ആക്ട് ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്.